Hello guys, welcome back to my channel. Hello guys, welcome back to my channel. So ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു കുട്ടീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കുട്ടീനല്ല, ഈ കുട്ടീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടിയല്ലൊരു ചട്ടിയാ. അപ്പോൾ പുള്ളീനെ കൊണ്ട് നമ്മൾ എന്ത് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫോട്ടോസ് കുറെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളുടെ രണ്ടുപേരുടെയും കൂടെ ഉള്ള. അപ്പൊ അതൊക്കെ ഞാൻ ചോദിക്കും. നല്ലത് കിട്ടുന്നുണ്ട്. അപ്പോ എന്താണ് പുള്ളിയെടുത്ത് ഞാൻ ആ ഫോട്ടോസ് കാണിക്കും. അപ്പം വൈഷുവിന്റെ മെമ്മറി എന്താന്നുള്ളത് വൈഷു പറയണം. ആ ഓർമ്മ ഉണ്ടാവുമോ? നോക്കട്ടെ, പ്രേമിച്ച് നടന്നിരുന്നപ്പോ ഇയാള് പറയാം പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ കുത്തിയാ വെച്ച് തരും. ഒരുപാട് കുറച്ചുണ്ട് മാറ്റി വെക്കാൻ എനിക്ക് പറ്റിയുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി. ഞാൻ ഇവിടെ നമ്മളുടെ ടാബുമായിട്ട് റെഡിയാണ്. ഫോട്ടോസ് ഒക്കെ ഡബിൾ ഫോട്ടോസ് ഉണ്ട്. പക്ഷെ ഓരോന്നവർക്ക് ചോദിക്കുള്ളൂ, ഞാൻ പേടിക്കട്ടെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്താണ് ഫോട്ടോ നോക്കണേ? കാണിക്കുമ്പോ പറഞ്ഞാൽ ഓക്കെ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കള്ളത്തരം കാണിക്കരുത്, കുഞ്ഞു നോക്കരുത്, അടി കിട്ടും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആദ്യത്തെ ഫോട്ടോ ടുഗദർ. ഓണം സെലിബ്രേഷൻ. എന്താ ചിരി നോക്കുക. 32 പല്ല് 2 എടുത്ത് അകത്തിടായിരുന്നു. എന്താണ് 32 പല്ലും കാണിച്ചങ്ങോട്ട് ചിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞത് എന്താണ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് അങ്ങനെ വെച്ചാൽ പറയോ? അല്ല, പിന്നെ എന്തെന്നറിയോ, ഡിസ്റ്റൻസ് വെക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് ഡിസ്റ്റൻസ് വെക്കാൻ പറ്റില്ല. അതിനനുസരിച്ച് വളർന്നല്ലോ. അതുകൊണ്ട് തന്നെ നീ വളർന്ന കുഞ്ഞോ ബോഡി ഷേമിങ് ഞാൻ ഈ ചാനലിൽ അനുവദിക്കുന്നതല്ല. പറ. അപ്പൊ ബൈജൂസിലെ ആദ്യത്തോണം നമ്മളുടെ അന്ന് ഓർമ്മ ഉണ്ടോ? മറ്റേ ചാനലുകാരൊക്കെ വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവരൊക്കെ ഭയങ്കര സ്പീച്ച് ചെയ്യുന്നു. ഐഷുവിന്റെ സ്പീച്ചിന്റെ വേണ്ട, ഞാൻ കൊടുക്കില്ല. ഐഷുവിന്റെ എന്റെ കയ്യിലുണ്ട്, പക്ഷെ വൈഷുവിന്റെ എന്റെ കയ്യിലില്ല. അത് തപ്പിയെടുത്താണ്. ശരി ശരി. അപ്പൊ ഇത് ഫസ്റ്റ്. അപ്പൊ അതാണ് ആണോ? ഐഷു അടിച്ചെന്ന് വൃത്തിയാ. നൈസ്. ഓക്കെ, നെക്സ്റ്റ് ഇത് അവിടെ എന്താണ് റിക്രൂട്ട്മെന്റ് വന്നപ്പോ നിങ്ങളൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്ത അതിനെ കുറച്ച് എനിക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് ലവ് സ്റ്റോറി വീഡിയോയില് പാർട്ട് 1 ഞാനത് ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇന്റർവ്യൂക്ക് പോയ കുറച്ച് പേര് അപ്പുറത്തിരുന്ന് ഇങ്ങനെ പറയണ ഞാൻ കേട്ടു. കുനു പറയണ കേട്ടു എന്ന്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊരു മനുഷ്യനാണ്, അയാളുടെ അടുത്ത് ആരും പോരുതട്ടോ, എന്താണ് ഇയാള് കാണിക്കണേ, റെസ്യൂമേ കേൾക്കുന്നു. ഞാൻ സത്യമായിട്ട് ഞാൻ കേട്ടു കേട്ടോ. നിങ്ങളോടൊന്ന് പറയോ, നിങ്ങളൊന്നും മനുഷ്യനാണോ എന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇയാൾ കട്ട ഷോ ആണ്, ഇയാൾ റെസ്യൂമേ വലിച്ചെറിയണോ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അങ്ങോട്ട് പോകണ്ട, ഈശ്വര എന്നെ വിളിപ്പിക്കരുത് അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എന്നെ GD എടുത്ത ആളുടെ അടുത്ത് തന്നെയാണ്, ആ സാറിൻ്റെ അടുത്ത് തന്നെ, ദേവാഴ്ച സാറിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പോയത്. അപ്പൊ അന്നേ ഞാൻ ആലോചിച്ചത് ഏത് ഈ കാലമാടെന്ന്. ആ കാലമാടനാണ് ഈ കാലമാട്. അതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഓർത്ത് വെക്കണമെന്ന്. എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്ക്. അത് എന്റെയും 25-26 വയസ്സിലാണ്. എന്ത് വെച്ചോ 25 ഞാൻ എത്ര വയസ്സിൽ? 22. അപ്പൊ നിങ്ങക്ക് 24 ആയിട്ടുള്ളൂ. 24-25 വയസ്സ്. അപ്പോ ബേസിക്കലി എന്താന്ന് വെച്ചാൽ ആ ടൈപ്പ് ഓഫ് B2B സെയിൽസ് എന്ന് വെച്ചാൽ അത് മോസ്റ്റ്ലി പ്രഷർ ബേസ്ഡ്, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ് ബേസ്ഡ് ആണ്. നമ്മൾ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള സംഭവം നോക്കണം. അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഇന്റർവ്യൂല് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ നോക്കുന്നു. ആൾക്കാരെ കുറച്ച് പ്രഷറിലിട്ട് അവരെങ്ങനെ സ്ട്രെസ് വരുമ്പോൾ അവരെങ്ങനെ റിയാക്ട്. പക്ഷെ അന്ന് ആ ഇന്റർവ്യൂവിന് എടുത്ത് എല്ലാവരും എന്റെ വളരെ അടുത്ത ഫ്രണ്ട്സ് ആണ്. എല്ലാരും കട്ട ഫ്രണ്ട്സ് ആയിട്ടോ. എന്നെ ഇന്റർവ്യൂ ചെയ്തില്ല, പക്ഷെ ഞാൻ ഭാര്യയായി. ബാക്കി എല്ലാവരും കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോ അന്നത്തെ കാലത്ത് ഒരു അപ്പൊ അന്നൊരു സ്പീച്ച് എടുത്തിരുന്നു. ഇത് അന്നൊരു സ്പീച്ച് ചെയ്തിരുന്നു. അതായിരുന്നു ഇത്. പക്ഷെ ഇത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ ഉണ്ടായിട്ടില്ല ആ സമയത്ത് അവിടെ. ഇത് പിന്നീട് എപ്പോഴും ആണ്, അല്ലെങ്കിൽ മുന്നേ ആദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇത് നെക്സ്റ്റ് ബൈജൂസിലെ ലിഫ്റ്റിലാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഒരു ഓർമ്മയില്ല. ഇത്
എന്ത് സിറ്റുവേഷൻ? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. അതെനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. ബിക്കോസ് ഇങ്ങനെ അല്ലാണ്ട് ഇത്രയും വൃത്തിക്ക് എൻ്റെ മുടി കിടക്കില്ല. അപ്പം ഞാൻ ഭയങ്കര ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഫാമിലിയറാണ്. അപ്പോൾ ഇത് ഞാൻ ഹെയർ കട്ട് ചെയ്ത് വന്ന് നമ്മൾ അന്നൊരു ചായ കുടിക്ക് പോക്കുണ്ടായിരുന്നു. അന്ന് നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ വൈഷു ഇങ്ങനെ വന്ന് വിളിക്കും. അത് ഓർമ്മയുണ്ടോ? ക്യാബിൻ്റെ കൂടെ ഇങ്ങനെ വന്ന് ചായ കണ്ണിലൂടെ കണ്ണും അത് പറയും. എന്തായിരുന്നു നിങ്ങളുടെ ഞാൻ സത്യം പറഞ്ഞ ഇവളുടെ പുറകിലെ ക്യാബിനിൽ ഏത് കൊച്ചിനെ വിളിച്ചാണ് ഇവളിറങ്ങി വന്ന കുഞ്ഞു. നല്ല അടികളുണ്ട്, നല്ല അടികൾ. ആ ക്യാബിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമല്ല. എനിക്കൊരു സ്വന്തം ചായ എന്ന പേരിലൊരു കൊച്ചുണ്ട്. ആ കൊച്ചിന്റെ ചായ നിന്റെ മാറും. ആക്രാന്തം പിടിച്ച് ചായ കുടിക്കാൻ വന്നത് എന്റെ തലയിൽ കുഞ്ഞു. ഇതൊന്നും ഞാടില്ല കേട്ടോ. ഇടണം. സത്യം ജനം തിരിച്ചറിയട്ടെ. നീ പറഞ്ഞ കഥയിൽ ഞാൻ കേട്ടു പലരും ചോദിക്കുന്ന വൈശാഖിന്റെ വേഷം. ഇതാണ് വൈശാഖിന്റെ വേഷം. ചാനല് പൂട്ടി കെട്ടിക്കോ? എടോ പറയടോ കാര്യമായിട്ട്. അത് വെറുതെ ചാടിക്കാൻ വിളിച്ചു വരുന്ന ഞാൻ വിചാരിച്ചില്ല. കുഞ്ഞു തമാശയാക്കട്ടെ, നല്ല തമാശയാക്കട്ടെ. ഇത് അപ്പൊ പറയോ ആ ചായ കുടിക്കാൻ വരുന്ന സമയല്ലേ, ഓർമ്മ ഉണ്ടോ? അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളിക്കും, കഥകളി കാണിക്കും അവിടുന്ന് വന്നിട്ട്. എന്നിട്ട് ഞാനാണ് രണ്ടാമതൊരു ചോദ്യം എനിക്കില്ല. എന്തെങ്കിലും കുടിക്കാറോ തിന്നാറോ ഞാൻ അപ്പൊ തന്നെ പോകും. നെക്സ്റ്റ് എനിക്ക് വലിയ ഇഷ്ടപ്പെടാനുള്ള ഇത് അതുകൊണ്ട് നൽകാൻ തട്ടിക്കൊണ്ടുപോയല്ലോ. എന്തെങ്കിലും തിന്നാൻ കാണിച്ചോളൂ. കുഞ്ഞു നീ എവിടെയായിരുന്നു ഇത് പറയണേ? സോറി. ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ? അല്ല ബിരിയാണി മേടിച്ചോ തട്ടിക്കൊണ്ട് പോകാൻ നോക്കൂട്ടോ ആൾക്കാർ. നെക്സ്റ്റ് നാൻഡി ഹിൽസ്. പണ്ട് നന്ദി ഹിൽസ് പോകാനൊരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ രസമില്ല, ഭയങ്കര ക്രൗഡായി. ശരി. നന്ദി ഹിൽസിൽ നമ്മൾ ട്രിപ്പ് പോയത് ഞാൻ, നീ, ഐഷു, ആർച്ച എല്ലാരും കൂടി ട്രിപ്പ് പോയത്. അപ്പൊ നന്ദി ഹിൽസിന്റെ ടോപ്പില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അന്നത്തെ നമ്മുടെ യൂറോപ്പായിരുന്നു നന്ദി ഹിൽസ്. സത്യം നല്ല രസമുള്ള ഒരു ഫോട്ടോ ആണ്, ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ. ശരി, അടിപൊളി. നെക്സ്റ്റ് ഇത് എലീറ്റ് ആണോ ഓഫീസറിനാണോ? പിന്നെ ഇത് നമ്മളുടെ ഫസ്റ്റ് ഇയർ ഡേറ്റ് ആനിവേഴ്സറിക്ക് നമ്മൾ ഡേറ്റിന് പോയത്. ആ ഫസ്റ്റ് ഡേറ്റിന് ആനിവേഴ്സറി ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ഡേറ്റിന് പോയടുത്ത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഡേറ്റ് ആനിവേഴ്സറിന് പോയത്. ഇന്ദ്രാനഗറായിരുന്നല്ലേ? എനിക്കിപ്പോ അറിയില്ല കേട്ടോ. അവനിപ്പോ അറിയാം, എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ശരി, നെക്സ്റ്റ് അത് വന്ന് എന്റെ ബർത്ത്ഡേ. നല്ലൊരു സ്റ്റോറിയാണ് ബർത്ത്ഡേക്ക്. അപ്പോ ഇത് ബർത്ത്ഡേയുടെ തലേ ദിവസം നമ്മള് എസ്കേപ്പ് റൂമൊക്കെ പോയിട്ട് നമ്മൾ എന്നെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി അവിടെ വീട്ടിലെല്ലാ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്താണ് ഈ ഫോട്ടോ. വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ഒരുപാട് മെമ്മറി ഫോട്ടോസ് ഒക്കെ തൂക്കിയിട്ട് ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്തെന്ന് അടിപൊളിയായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം കൂടുതൽ അടിപൊളിയായിരുന്നു. ബിക്കോസ് ആ ഒരു ട്രഷർ ഹണ്ട് ഉണ്ടായിരുന്നു. രാവിലെ കാണുന്നില്ല, അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഓരോ ക്ലൂസ് വെച്ചിങ്ങനെ തപ്പി പോയി. ഗോപാലൻ മോളിലൊക്കെ പോയി, മറ്റേ ടാക്കോബെലിന്റെ അകത്തൊക്കെ ഒരു ക്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു ക്ലൂ. അത് അടിപൊളിയായിരുന്നു. ഒരിക്കലും ട്രഷർ ഹണ്ട് ചെയ്തിട്ടില്ല, അത് മാത്രമാണ്. കൊറേ കടകളിൽ ഇങ്ങനെ ഒരെണ്ണം തരട്ടെ, ഒരു ട്രഷർ ഹണ്ട് നല്ല ഒരെണ്ണം തരാം. ഇനിയിപ്പോ ഒരെണ്ണം യലഹങ്കി ആണെങ്കിൽ ഒരെണ്ണം മറ്റേ ഹെബ്ബാളിലായിരുന്നു ഞാൻ ക്ലൂ കൊണ്ടുപോയിക്കണം. അങ്ങനെ തരാൻ പറഞ്ഞു, ആവശ്യമുണ്ട് നമുക്ക്. നെക്സ്റ്റ് ഇതൊക്കെ എവിടെ നിന്ന് ഇപ്പോ? ഇത് നമ്മൾ റിലേഷൻഷിപ്പ് ജസ്റ്റ് ആയ സമയം. പക്ഷെ ആർക്കും പോയി വന്ന ഉടനെ റിലേഷൻഷിപ്പ് അല്ല, നമ്മൾ ചെറിയൊരു ഇഷ്ടമുണ്ട് ആ സമയം. പക്ഷെ സംസാരിച്ചിരുന്നു ബാൽക്കണി. അതെ, പക്ഷെ ആർക്കും അറിയില്ല നമ്മള് ആരും അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ സംസാരിക്കണം എന്നുള്ളൊരു ഫേസ്. ഇവിടെ താമസിക്കുന്ന ഇത് നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടില് നമ്മള് എന്താണ് എന്താ പരിപാടി ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. അതിന്റെ 2-3 ഫോട്ടോസ് വേറെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഫോട്ടോസ് ആണത്. ഇതും സെയിം സ്ഥലം തന്നെ, സെയിം ദിവസം തന്നെ. എല്ലാരും ഉണ്ടായി, നമ്മളെല്ലാരും ഫോട്ടോഗ്രാഫി നിലയിൽ
നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഐഷു എടുത്തത്, ഐഷു എടുത്തതല്ല. അവളുടെ കൈ കാണുന്നില്ലല്ലോ. ആണോ? എടുത്തോ. ഭയങ്കരം ഭീകരമായിരുന്നു ഇത്. ഇത് ഫസ്റ്റ് വാലന്റൈൻസ് ഡേ. ഫസ്റ്റ് വാലന്റൈൻസ് ഡേ എനിക്ക് ഭയങ്കര സർപ്രൈസ് ഒക്കെ തരാൻ നോക്കിട്ടോ. എടാ ഞാനെന്താ ചോദിച്ചു, പുള്ളി സ്ഥലമൊക്കെ പറഞ്ഞു. പുള്ളി അങ്ങനെയല്ല, ഞാൻ എനിക്ക് ഭയങ്കര പനിച്ച് കിടക്കാൻ പനിച്ച് മരുന്നൊക്കെ കഴിച്ച് പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചു. പക്ഷെ എന്നിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇറങ്ങുന്നത് വരെ, അതായത് സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങുന്നത് വരെ അൽക്കയ്ക്ക് അറിയില്ല എവിടെയാണ് പോകുന്നതെന്ന്. പക്ഷെ എന്നിട്ട് അൽക്കേൻ്റെ അടുത്ത് ചോദിച്ചു, പിന്നെ സജീവ് സാറിന് പറഞ്ഞു എവിടെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് പോകുന്നത്. അപ്പൊ ഞാൻ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വേറെ ഒന്നും പിടിച്ചു തന്നാൽ മതി, അത് പറ്റിയില്ല. അപ്പൊ അപ്പത്തേക്കും പറഞ്ഞു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോട്ടോയും കൂടിയാണ്. കാരണം നോക്കൂ നോക്കൂ ഞാൻ എങ്ങനെ ഇരുന്നു. പക്ഷെ എനിക്ക് ഡ്രസ്സ് ഇപ്പോഴും, ഞാൻ ഒരു ഷേപ്പ് ഷിഫ്റ്റർ ആണ്. എനിക്ക് ഡ്രസ്സ് ഇപ്പോഴും ചേരണുണ്ട്, ഇപ്പോഴും കൊള്ളണുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഷേപ്പ് ഷിഫ്റ്റർ എന്നാണ്. കുഞ്ഞ് നല്ല ഇടുള്ളൂ കേട്ടോ. ഇത് പറ നീ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്. ഓ എന്താ ഇത്, എന്താ ശരി. ഇത് നമ്മള് വളരെ അഡ്വഞ്ചറസ് ആയി, വളരെ സീനിക് ആയിട്ടുള്ള രാമനഗര എന്തോ ഡാം കാണാൻ പോയി. ഡാം ഇല്ല അവിടെ, ഡാം വറ്റി വരണ്ട. ചെറുതായിട്ട് നമ്മള് എന്തോ പൂച്ചക്കുട്ടീനെ ഡാം ഇല്ല അവിടെ ചെറുപ്പോ ഡാം കാണാനില്ല. പൂച്ചക്കുട്ടീനൊക്കെ തപ്പി പോകുന്ന ഡാം ഇല്ല, പെട്ടെന്ന് ഡാം കാണാനില്ല. പിന്നെ നമ്മള് മലക്കുന്നിന്റെ മുട്ടപ്പരി മേലെ ഒരു ഷോ മാനിക്വിൻ ചാലഞ്ച് അതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നു. പല രീതിയിലുണ്ടോ സിഗ്നലിൽ കിടന്ന് അത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സിഗ്നലിൽ വണ്ടി നിർത്തി. നമ്മുടെ ഫ്രണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സിഗ്നൽ അവനടക്കം എല്ലാരും കിടന്നു. ഞങ്ങള് പറഞ്ഞു ഞങ്ങളൊന്ന് കണ്ണടച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചതാണ്. പക്ഷെ പുള്ളിയും കണ്ണടച്ചു. അതുകൊണ്ട് പിന്നെ ഉറങ്ങിപ്പോ എല്ലാരും ഹോണോട് ഹോൺ. അപ്പൊ അത് കേൾക്കുമ്പോഴാണ് എണീക്കണേ. ഇത് രസമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഗോവ വിത്ത് അഖിലേട്ടൻ അഞ്ചേച്ചി സനമിരെ. വല്ലാത്ത ട്രിപ്പായിരുന്നു. 14-15 മണിക്കൂർ വണ്ടി ഓടിച്ചു പോയി. വല്ലാത്ത 2 ദിവസം എന്തോ ഗോവ നിക്കണം എന്ന് പറഞ്ഞിട്ട് അത് 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ 4 തവണ സൽമാന്റെ ഫോണ് കാണാണ്ടായി. ഓ സത്യം, എല്ലായിടത്തും തിരിച്ചു വരുന്ന വഴിക്ക് തിരിച്ച് ഗോവിന്ദന് ബാംഗ്ലൂർ വരുന്ന 1/2 മണിക്കൂർ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഫോണില്ല. എങ്ങോ എത്തിയിരുന്നു. തിരിച്ചു പോയി എടുത്ത് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഒന്നുമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് നമ്മളെല്ലാരും കൂടി പറഞ്ഞു 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. 2 ദിവസം ലീവ് പറഞ്ഞു, 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് ആ സെയിം Airbnb സെറ്റപ്പില് 2 ദിവസം കൂടി പറഞ്ഞു. അപ്പൊ പുള്ളി ഓക്കെ എന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അടിപൊളി സംഭവമായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എന്റെ ഫസ്റ്റ് ഗോവ ട്രിപ്പ് ആയിരുന്നു. അപ്പോ അങ്ങനെ നെക്സ്റ്റ് ഇതാ ഗോവ ട്രിപ്പിലെ ഫോട്ടോ ആണ്. പക്ഷെ ഈ കേക്ക് എപ്പോഴും എനിക്ക് ഓരോ ഓർമ്മയില്ല. ആനിവേഴ്സറി എന്തിന്റെ ഇത് മറ്റേതാണ്, ബിഫോർ വെഡിങ്. അപ്പോ ഡേറ്റ് ആനിവേഴ്സറി. ഡേറ്റ് ആനിവേഴ്സറി റിലേഷൻഷിപ്പ് ആനിവേഴ്സറി. അപ്പൊ അത് നല്ല രസമുള്ള കേക്ക് ആയിരുന്നു കേട്ടോ. പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം, എനിക്ക് വലിയ മൈൻഡാക്കണ. പക്ഷെ ഇപ്പോഴും ചെയ്യും കേട്ടോ. 100 ആനിവേഴ്സറി ഉണ്ട്. എനിക്ക് ഭയങ്കര വൺ ഓഫ് മൈ ഫേവറേറ്റ് പിക്ചേഴ്സ്. ഇത് അടിപൊളി ഫോട്ടോ ആണ്. കിളിയുടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് കീർത്തന, അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോയപ്പോൾ എടുത്താണത്. എല്ലാരും നല്ലത് പറഞ്ഞ ഒരു സാരി, എന്റെ ചേച്ചിയുടെ സാരി ആണ് കേട്ടോ. അതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര അഹങ്കാരമാണ്. ആ സാരിയും എന്താണ് ഇഷ്ടപ്പെട്ടു. ശരി, അത് ഇത് ബർത്ത്ഡേ ആണോ ആണോ ഇല്ലയോ എനിക്കറിയില്ല. ഇത് നമ്മളെല്ലാരും കൂടി ബൈജൂസ് ഉണ്ടായിരുന്ന എല്ലാരും കൂടി ആ കൂടി ഒരു ഹോളി സെലിബ്രേഷന് പോയിട്ടുള്ളൂ. ആ ഹോളി സെലിബ്രേഷൻ ആണിത്. ലളിതത്തില് ചെളിയൊക്കെ ആയിരുന്നു. കാരണം അവിടെ വെള്ളമായിട്ട് ഫുൾ നിലത്ത് ചെളിയൊക്കെ ആയി. 2 ദിവസം കുടിച്ചിട്ടാണ് ഫുള്ള് പോയത്. ഭയങ്കര ഇത് ഓർമ്മയുണ്ട?
മറ്റേ ഇതിന്റെ പുറകിലൊരു കഥയുണ്ടല്ലോ. ആ ടൈഗറിനെ കാണാൻ പോയത് നമ്മള്. അല്ലല്ല, ചീത്ത. പുള്ളിപ്പുലി. ആ ഏതോ ഒരു പുലി. നമ്മള് തലേ ദിവസം ഉറങ്ങാതെ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് വന്നപ്പോഴത്തേക്കും നമ്മൾ രാവിലെ തുറഹള്ളി ഫോറസ്റ്റില് നമ്മൾ എവിടെയോ ഓടിച്ച് അവിടെ ലെപ്പേർഡ് ഉണ്ടെന്നും പറഞ്ഞു അതിനെ കാണാൻ വേണ്ടി നമ്മൾ പോവാണ് രാവിലെ ട്രെക്ക് ചെയ്ത്. പല രീതിയിലുള്ള വട്ടുകൾ നമുക്കുണ്ടായിരുന്നു നല്ലോണം. അതിന്റെ ഒരു സീരീസ് ഓഫ് പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോസ് ആണ് ഇത്. ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നല്ല രസമുള്ള ഫോട്ടോസ് ആണ്. ഇത് ബൈജൂസിന്റെ എന്തോ ഒരു സെലിബ്രേഷൻ സമയത്ത് എലീറ്റഡ് എടുത്തത്. നല്ലൊരു പരിപാടിയാണ്. പാരഗണിന്ന് ഫുഡ് ഇത്രയും ആൾക്കാർക്ക് ബാംഗ്ലൂരില് പാരഗണിന്റെ ഫുഡ്, അത് ഫുൾ മെനു, എക്സ്റ്റെൻസീവ് മെനു. അതും അവിടുന്ന് ആൾക്കാർ വന്നിട്ട് അന്ന് അവിടെ പാരഗൺ അല്ലേ, ഇപ്പോഴാണ് ഇവിടെ പാരഗൺ വന്നത്. അന്ന് 2016-17 സമയത്താണ്. അന്ന് എന്നിട്ട് ബൈജു സാർ അവിടുന്ന്, അതായത് നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ച പരിപാടിയാണ്. അടിപൊളിയായിരുന്നു. ഇത് പറഞ്ഞു ഇത് ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ ഫൈനലി എൻഗേജ്മെന്റ് 2019 ഡിസംബർ 28th. ഇത് സാധാരണ എല്ലാ പെൺകുട്ടികളും ആണുങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധമാണ്. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. അല്ല, ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഒരു ചെറിയ കല്യാണം നടന്ന ജൂലൈ എന്താ ഓർക്കണേ 6th. എനിക്ക് കൃത്യമായിട്ട് അറിയാം. പുള്ളിക്ക് അറിയാം. കാരണം ജൂലൈ 5th എന്റെ ബർത്ത്ഡേ, 6th കല്യാണം ആയതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് ഓർക്കാൻ. കുഞ്ഞു കല്യാണം കഴിഞ്ഞ എൻഗേജ്മെന്റ് അങ്ങനെ ഓർക്കണ്ട പക്ഷെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇത് എൻഗേജ് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ ആണ് കേട്ടോ. അത് അന്ന് ഞങ്ങൾ തകർത്ത് അഭിനയിച്ച് നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടനുണ്ട് സന്ദീപ് ഏട്ടൻ. കീട്ടില് നമ്മളുടെ ഭയങ്കര ക്ലോസ് ബഡ്ഡി ആയി പുള്ളി നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ. പുള്ളി പ്ലാൻ ചെയ്താണ് എൻഗേജ്മെന്റ് സമയത്ത് കല്യാണത്തിന് അത് ചെയ്യാം ഇത് ചെയ്യാം. അവസാനം ഒരു കൊറോണ അവനായി ശവമായി. അതായിരുന്നു ഒരുപാട് നമ്മളെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചിട്ട് പുള്ളി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല പുള്ളിക്ക് ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. കുറെ ഫോട്ടോസ് നല്ലത് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്ദീപേട്ടൻ മാത്രല്ല വീഡിയോ എടുത്ത പുള്ളി ഓർമ്മയില്ലേ? ആത്മാർത്ഥമായിട്ട് ആ ഫുൾ ക്രൂ പുള്ളി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ആൾക്കാരും അടിപൊളിയായിരുന്നു. ഭയങ്കര കമ്പനി ആയിരുന്നു. നമ്മള് വെരി കംഫർട്ടബിൾ. നമ്മള് കുളത്തിലേക്ക് ചാടുമ്പോഴത്തേക്കും ക്യാമറയിൽ കൂടെ ചാടട്ടെ എന്നുള്ള ഒരാളായിരുന്നു സന്ദീപേട്ടൻ. അപ്പൊ അടിപൊളിയായിട്ട് എടുത്തു തന്നു പുള്ളി. പിന്നെ അതാ ഇതാണ് ഇതിലെ ലേറ്റസ്റ്റ് ഫോട്ടോ. ഇത് കഴിഞ്ഞില്ല ഞാൻ കല്യാണത്തിന്റെയും എൻഗേജ്മെന്റ് കല്യാണം നമ്മളുടെ മേക്കപ്പ് ഡ്രസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. പക്ഷെ ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ കോവിഡ് സമയത്ത് നമ്മൾ മാത്രമായിട്ട് പോയത്. ഇത് നമ്മുടെ കല്യാണത്തിന് പോയതല്ലേ? നമ്മളുടെ കല്യാണം കോവിഡ് സമയത്ത് തന്നെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ കല്യാണത്തിന് പോയത്. ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ ഇത്. അപ്പൊ അവിടെ കല്യാണ ഫോട്ടോഗ്രാഫിക്ക് വന്ന പുള്ളീനെയും കൊണ്ട് ചേട്ടാ ഫോട്ടോ എടുത്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് എടുപ്പിച്ചാണ്. അതും ഭയങ്കര അടിപൊളി ടീംസാണ് എടുത്തത്. വെഡിങ് ബെൽസോ അങ്ങനെ ആരോ എടുത്തത്, നല്ല ടീംസ് എടുത്തത്. അങ്ങനെ അപ്പൊ അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു കമന്റ് ബിലോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഞാൻ അങ്ങനെയാണോ പറയാറ്? എല്ലാവർക്കും bye, take care. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. bye, take care. Bye.